ദ റിതം ഓഫ് ലവ് ആൻഡ് ഗോഡ് എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. ആ നോവലിൻ്റെ ഒരു ഏടിൻ്റെ ഒരു ചെറിയൊരു സാരമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനകത്ത് ദൈവം സൃഷ്ടിച്ചേക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് ദ എൻഡും ദ ബിഗിനിങ്ങും. നമ്മുടെ ജനിച്ച് വീഴുന്ന സമയത്തെ ആ പ്ലാറ്റ്ഫോമിലോട്ടാണ് ദൈവത്തിൻ്റെ ഡയറക്റ്റ് സ്പർശമുള്ള, അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിനെ കാണാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, ദ ബ്രൈറ്റ്നസ്സും ആൻഡ് വൈറ്റ്നസ്സുമായിട്ടുള്ള, ഒരുപാട് വൈറ്റും ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ തേജസ്സും ഉള്ള ഒരു പ്ലാറ്റ്ഫോമിലാക്കും ദൈവത്തിനെ കാണാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിൻ്റെ ആക്സസിലാണ് നമ്മളെ കൊണ്ടുവന്ന് ജനിപ്പിച്ചിറക്കുന്നതെന്നാണ് അതിനകത്തൊരു കൺസെപ്റ്റ്. അതേപോലെ ആ പ്ലാറ്റ്ഫോം കഴിഞ്ഞിട്ട് വന്ന് താഴോട്ട് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ സാധാരണ ലോകത്ത് ഇപ്പം നമ്മൾ താമസിക്കുന്ന ഈ വേൾഡിലോട്ട് ഇറക്കി വിടുന്നത്, അല്ലെങ്കിൽ മനുഷ്യർ താമസിക്കുന്ന ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വാർദ്ധക്യ സമയത്ത് നമുക്ക് എല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ ഈ ലോകത്തിൻ്റെ എല്ലാം വാസങ്ങളെല്ലാം കഴിയാറാകുമ്പോഴത്തെ പിന്നെയും ആ ഒരു ബ്രൈറ്റ്നസ്സും അത്രയും ഇതിലോട്ടുള്ള ദൈവത്തിൻ്റെ ആ സ്പർശമുള്ള ആ പ്ലാറ്റ്ഫോമിലോട്ട് പിന്നെയും നമ്മൾ കയറി പോകുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ആ സ്ഥലത്തൊന്നും നമുക്ക് ആരും കൂട്ടില്ല, അവിടെ ദൈവം മാത്രമേ ഉള്ളൂ കൂട്ട്. ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും ഈ രണ്ട് സ്ഥലത്ത്, ബിഗിനിങ്ങിലും എൻഡിലും. ദ ബിഗിനിങ്ങിലും നമുക്ക് ദൈവത്തെ കാണാൻ പറ്റും. അപ്പം അവിടെ ഒന്നും നമുക്ക് കൂട്ടില്ല. പക്ഷേ കൂട്ടുള്ളത് എപ്പോഴും നമുക്ക് ഇവിടെയാണ്. നമ്മൾ എത്ര ശാഠ്യം പിടിച്ചും എത്ര വാശി പിടിച്ചും നമ്മൾ കൂട്ട് നേടിയെടുക്കുന്നത് ഇവിടെയാണ്. പക്ഷേ ഈ കൂട്ടെല്ലാം നമ്മുടെ ബിഗിനിങ്ങിലും ഇല്ല, എൻഡിലും ഇല്ല. പിന്നെയും നമ്മൾ ചിലപ്പോൾ കൂടുതൽ എത്ര നമ്മൾ കിടന്ന് വഴക്കിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടാത്തതും ആ എൻഡിലും ബിഗിനിങ്ങിലും നമുക്ക് കിട്ടത്തില്ല എന്നുള്ളതാണ്.